Good morning, dear students. How are you all? I hope you are fine. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചാലോ? എല്ലാരും ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മളൊരു സ്റ്റോറി ആയിരുന്നു പഠിച്ചത് അല്ലേ? ആരുടെയായിരുന്നു? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ് അല്ലേ? അലാവുദ്ദീൻ ആൻഡ് ദി മാജിക് ലാമ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചതില്ലേ? നമുക്ക് ഇന്ന് ആ സ്റ്റോറിയുടെ ബാക്കി ഭാഗം പഠിക്കാം. അപ്പൊ നമ്മൾ എവിടം വരെയാണ് പഠിച്ചത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അലാവുദ്ദീന്റെ ഒരു അങ്കിള് വന്നിട്ട് കൊണ്ടുപോവായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? മാജിക് ലാമ്പ് എടുക്കാൻ വേണ്ടി കൊണ്ടുപോവായിരുന്നില്ലേ? അങ്ങനെ മാജിക് ലാമ്പ് കൊടുക്കണമെന്ന് ജാഫർ ആവശ്യപ്പെട്ടപ്പം അലാവുദ്ദീൻ ആദ്യം തന്നെ ഈ ഗുഹയിൽ നിന്ന് കയറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ജാഫർ ഹെൽപ്പ് ചെയ്യാതിരുന്നപ്പം അലാവുദ്ദീൻ ഈ മാജിക് ലാമ്പ് കൊടുത്തില്ലല്ലേ? അപ്പൊ എന്തു പറ്റി? ജാഫറിന് ദേഷ്യം വന്നു. അവസാനം നമ്മുടെ അലാവുദ്ദീൻ മനസ്സിലാക്കി ഈ മാജിക് ലാമ്പിനകത്തൊരു ജീൻ ഉണ്ടെന്നല്ലേ? നമ്മൾ അവിടം വരെയാണ് പഠിച്ചതല്ലേ? ഇനി നമുക്ക് ബാക്കി പഠിക്കാം. അങ്ങനെ ജീനോട് അലാവുദ്ദീൻ എന്തായിരുന്നു പറഞ്ഞത്? അലാവുദ്ദീന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാനാ പറഞ്ഞതല്ലേ? അങ്ങനെ അലാവുദ്ദീനെ ഈ ജീൻ അലാവുദ്ദീനെ അമ്മയുടെ അടുത്ത് എത്തിച്ചു. ഇനി അവിടെ തൊട്ടാ നമ്മൾ പഠിക്കാനുള്ളത്. പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ 62. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 62. Alauddin narrated his entire experience to her. His mother was awed by his story. To prove the story to her, he rubbed the lamp again and out came the genie saying, "What can I do for your master?" Alauddin narrated his entire experience to her. His mother was awed by his story. To prove the story to her, he rubbed the lamp again and out came to the genie saying, "What can I do for you, master?" Alauddin narrated his entire experience to her. അലാവുദ്ദീൻ അവൻ ഗുഹയിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവം ജാഫറിന്റെ കൂടെ യാത്ര പോയി ഗുഹയിൽ ചെന്ന് വിളക്ക് എടുക്കുന്നത് വരെയുള്ള അനുഭവങ്ങളെല്ലാം തന്നെ അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ അമ്മയോട് വിവരിച്ചു പറഞ്ഞു. His mother was awed by his story. To prove the story to her, he rubbed the lamp again and out came the genie saying, "What can I do for you, master?" അന്നേരം ഈ കഥ കേട്ടപ്പോ അലാവുദ്ദീൻ ഗുഹയിലെത്തി ഇങ്ങനെ മാജിക് ലാമ്പൊക്കെ കിട്ടിയ ഒരു കഥ കേട്ടപ്പം അലാവുദ്ദീന്റെ അമ്മ അമ്പരന്ന് പോയി ഞെട്ടിപ്പോയി. അപ്പൊ ഈ അലാവുദ്ദീന്റെ അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അത് തെളിയിക്കാൻ വേണ്ടി അലാവുദ്ദീൻ മാജിക് ലാമ്പ് ഒന്ന് റബ്ബ് ചെയ്തൊന്ന് തടയപ്പോ എന്ത് പറ്റി? മാജിക് ലാമ്പിൽ തടയത്തേക്ക് മാജിക് ലാമ്പിൽ നിന്ന് ജീൻ പുറത്തു വന്നിട്ട് ചോദിക്കുവാണ്, യജമാനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? Alauddin narrated his entire experience to her. His mother was awed by his story. To prove the story to her, he rubbed the lamp again and out came the genie saying, "What can I do for you, master?" അലാവുദ്ദീൻ ഗുഹയിൽ എത്തിയപ്പോൾ എല്ലാ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ അമ്മയോട് പോയി പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്ത് പറ്റി? അത് വിശ്വസിക്കാനായിട്ട് ഞെട്ടിപ്പോയി. അപ്പം അലാവുദ്ദീൻ എന്ത് ചെയ്ത്? അത് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ വേണ്ടി അലാവുദ്ദീൻ മാജിക് ലാമ്പിൽ ഒന്ന് റബ്ബ് ചെയ്ത് തടവിയപ്പം എന്ത് പറ്റി? തടവിയപ്പോഴത്തേക്ക് മാജിക് ലാമ്പിൽ നിന്ന് ജീൻ ഇങ്ങനെ പുറത്തു വന്നിട്ട് അലാവുദ്ദീനോട് ചോദിക്കുക, എന്താണ് യജമാനെ ഞാൻ യജമാനു വേണ്ടി ചെയ്യേണ്ടതെന്ന്. Alauddin instructed the genie to replace his hut with the most beautiful palace on earth. The next moment he found himself in the most magnificent palace that was ever built. Then Alauddin ordered the genie to prove them with the best thing in the world. He and his mother started leading a happy and luxurious life they never had before. Alauddin instructed the genie to replace his hut with the most beautiful palace on earth. The next moment he found himself in the most magnificent palace that was ever built. Then Alauddin ordered the genie to provide them with the best thing in the world. He and his mother started leading a happy and luxurious life
they never had before. Aladdin instructed the jinn to replace his hut with the most beautiful palace on earth. Just a moment, he found himself in the most magnificent palace that was ever built. Then Aladdin ordered the jinn to provide them with the best thing in the world. He and his mother started living a happy and luxurious life they never had before. Aladdin instructed the jinn to replace his hut with the most beautiful palace. Aladdin ജിന്നോട് പറഞ്ഞു ഭൂമിയിൽ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമാക്കി തന്റെ ഈ കുടിലിനെ മാറ്റണമെന്ന് അലാവുദ്ദീൻ ജിന്നോട് പറഞ്ഞു. Aladdin instructed the jinn to replace his hut with the most beautiful palace on the earth. ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരമാക്കി തന്റെ ഈ കുടിലിനെ മാറ്റണമെന്ന് അലാവുദ്ദീൻ ജിന്നോട് ആവശ്യപ്പെട്ടു. The next moment he found himself in the most magnificent palace that was ever built. അടുത്ത നിമിഷം തന്നെ അവൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കൊട്ടാരം ആ കുടിലിന്റെ സ്ഥാനത്ത് വന്നു. Then Aladdin ordered the jinn to provide them with the best thing in the world. അങ്ങനെ കുടിലിന്റെ സ്ഥാനത്ത് കൊട്ടാരം വന്നപ്പോൾ അലാവുദ്ദീൻ പിന്നീട് എന്താ ആവശ്യപ്പെട്ടത്? Aladdin ordered the jinn to provide them with the best thing in the world. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് വേണമെന്ന് കൊണ്ടുതരാൻ അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു. Then Aladdin ordered the jinn to provide them with the best thing in the world. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തനിക്ക് കൊണ്ടുതരാൻ ജിന്നോട് അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു. He and his mother started leading a happy and luxurious life they never had before. അങ്ങനെ അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ അമ്മയും ഭയങ്കര സന്തോഷമുള്ള ഒരു ജീവിതം, സന്തോഷം അതുപോലെ ലക്ഷറീസ് എന്ന് വെച്ചാൽ എന്താ, ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു. ഇതിനു മുമ്പ് അവർ ഇങ്ങനെ ഒരു ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടേ ഇല്ലായിരുന്നു. Time passed. Aladdin had now become a famous person in Arabia. The Sultan of Arabia approached him with the proposal of his daughter's marriage. Aladdin, of course, agreed to the proposal, for he had seen the Sultan's daughter and had found her very beautiful. So they were married amidst a lot of fanfare. Aladdin, his wife and his mother led a very comfortable life now. Time passed. Aladdin had now become a famous person in Arabia. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അലാവുദ്ദീൻ ഇപ്പം അറേബ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറി. The Sultan of Arabia approached him with the proposal of his daughter's marriage. Aladdin, of course, agreed to the proposal, for he had seen the Sultan's daughter and had found her very beautiful. അങ്ങനെ അലാവുദ്ദീൻ അറേബ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറി. അങ്ങനെ അറേബ്യയിലെ സുൽത്താൻ അലാവുദ്ദീനെ വന്ന് കണ്ടിട്ട് തന്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു. അപ്പൊ അലാവുദ്ദീൻ എന്ത് ചെയ്ത്? അലാവുദ്ദീൻ ഈ പ്രപ്പോസല് അംഗീകരിച്ചു. കാരണം ഈ സുൽത്താന്റെ മകൾ എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരിയായിരുന്നു. So they were married amidst a lot of fanfare. Aladdin, his wife and his mother led a very comfortable life now. അങ്ങനെ അലാവുദ്ദീൻ അങ്ങനെ സുൽത്താന്റെ ഡോക്ടറിനെ മാരേജ് ചെയ്തിട്ട് അലാവുദ്ദീനും അവന്റെ ഭാര്യയും അതുപോലെ ആരാണ് അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ മദറും വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു. Very soon, Jafar got to know about Aladdin's change of luck, and he understood that it was the jinn of the lamp who had helped Aladdin become rich. He wanted to take revenge on him for taking away the magic lamp. So he came to Arabia dressed as a lamp seller. Very soon, Jafar got to know about Aladdin's change of luck, and he understood that it was the jinn of the lamp who had helped Aladdin become the rich.
എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ജാഫർ അറിഞ്ഞു അലാവുദ്ദീന്റെ ഈ മാറ്റങ്ങൾ. അലാവുദ്ദീൻ ഭയങ്കര ആഡംബരപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്നു എന്നാണ് വിവരം ഈ ജാഫർ അറിഞ്ഞു. അപ്പം എന്ത് പറ്റി? ഈ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് ദ ജീൻ ഓഫ് ദി ലാംപ് ഹൂ ഹാഡ് ഹെൽപ്ഡ് ദ അലാവുദ്ദീൻ ബിക്കം റിച്ച്. അപ്പൊ ഈ ജാഫറിന് മനസ്സിലായി ഈ വിളക്കിലുള്ള ജീനാണ് അലാവുദ്ദീനെ ഇത്രയും ഭയങ്കര പണക്കാരനാക്കാൻ സഹായിച്ചതെന്ന്. ആർക്ക് മനസ്സിലായി? ഈ ജാഫറിന് മനസ്സിലായി. Very soon, Jafar got to know about Alauddin's change of luck and he understood that it was the gene of the lamp who had helped Alauddin become rich. വളരെ പെട്ടെന്ന് തന്നെ ഉള്ള ഒരു മാറ്റം ഈ ജാഫറിന് മനസ്സിലായി. അലാവുദ്ദീനെ ഈ ജീൻ സഹായിച്ചിട്ടാണ് അലാവുദ്ദീൻ വലിയ പണക്കാരനായെന്ന് മനസ്സിലായി. He wanted to take revenge on him for taking away the magic lamp. So he came to Arabia dressed as a lamp seller. അന്നേരം ഈ ജാഫറിന് ഭയങ്കര റിവഞ്ച് തോന്നി, പ്രതികാരം ചെയ്യണമെന്ന് തോന്നി അലാവുദ്ദീനോട്. അതായത് ജാഫറിന് അലാവുദ്ദീനോട് പ്രതികാരം തോന്നി. പ്രതികാരം എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യുമെന്ന് കരുതി? ജാഫർ അലാവുദ്ദീനോട് പ്രതികാരം ചെയ്യാനായിട്ട് ഒരു ലാമ്പ് സെല്ലറിന്റെ വിളക്ക് വിൽക്കുന്ന ഒരാളുടെ വേഷം ധരിച്ചു വന്നു. He reached Alauddin's palace and they cried out loud, "Exchange your old lamp for a new one." He reached Alauddin's palace and they cried out loud, "Exchange your old lamp for a new one." അലാവുദ്ദീന്റെ ഈ ജാഫർ ഒരു വിളക്ക് വിൽപ്പനക്കാരന്റെ വേഷത്തില് അലാവുദ്ദീന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പഴയ ആ ഒരു വിളക്കിന് തന്നിട്ട് പകരം പുതിയ വിളക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറഞ്ഞു. Now, Alauddin's wife did not know the story behind the old lamp. She was enchanted by the beautiful new lamps being sold by the lamp seller. Now, Alauddin's wife did not know the story behind the old lamp. She was enchanted by the beautiful new lamps being sold by the lamp seller. അലാവുദ്ദീന്റെ ഭാര്യയ്ക്ക് ഈ വിളക്കിന്റെ കഥയൊന്നും തന്നെ അറിയില്ലായിരുന്നു. അലാവുദ്ദീന്റെ ഭാര്യ എന്ത് ചെയ്ത്? അലാവുദ്ദീന്റെ ഭാര്യ ഈ മനോഹരമായിട്ടുള്ള പുതിയ ലാമ്പ് കണ്ടപ്പം ഈ പഴയ വിളക്കെടുത്ത് കൊടുക്കാൻ തുടങ്ങി. So she quickly brought out the old lamp which lay beneath a pile of cloth in the cupboard and selected a beautiful one in exchange for it. So she quickly brought out the old lamp which lay beneath a pile of cloth in the cupboard and selected a beautiful one in exchange for it. അങ്ങനെ അലാവുദ്ദീന്റെ ഭാര്യ കബോർഡിൽ കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ ഒരു പഴയ ലാമ്പ് എടുത്തിട്ട് വിളക്കെടുത്തിട്ട് പകരം മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാമ്പ് സെലക്ട് ചെയ്തു. Unfortunately, Alauddin was not home at that time. The magician had got what he had wanted. He went some distance from Alauddin's palace and quickly summoned the jinn to come out and follow his command. He commanded him to take Alauddin's palace to the great desert far away from Arabia. Unfortunately, Alauddin was not home at that time. The magician had got what he had wanted. He went some distance from Alauddin's palace and quickly summoned the jinn to come out and follow his command. He commanded him to take Alauddin's palace to the greatest desert far away from Arabia. ഈ മജീഷ്യൻ എന്താണ് ഈ മാന്ത്രികൻ അലാവുദ്ദീന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പം അലാവുദ്ദീൻ വീട്ടിലില്ലായിരുന്നു. അപ്പം എന്ത് ചെയ്ത് അലാവുദ്ദീന്റെ വൈഫ് ഈ മാജിക്കുകാരന് എന്ത് കൊടുത്ത്? ഈ മജീഷ്യന് എന്ത് കൊടുത്ത്? പഴയ ലാമ്പ് എടുത്ത് കൊടുത്ത്. അങ്ങനെ ജാഫറിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ജാഫറിന് കിട്ടുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് അലാവുദ്ദീന്റെ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് ദൂരോട്ട് ഈ ജാഫർ പോയിട്ട് എന്ത് ചെയ്ത് ഈ വിളക്കിലങ്ങ് റബ്ബ് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് അതിൽ നിന്ന് പുറത്തു വന്ന ജീനോട് ആജ്ഞാപിക്കാൻ തുടങ്ങി, എന്നെ അനുസരിക്കണമെന്ന്. He commanded him to take Alauddin's palace to the greatest desert far away from Arabia. അറേബ്യയിൽ നിന്ന് വളരെ ദൂരെ അലാവുദ്ദീന്റെ കൊട്ടാരം ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോകണമെന്ന് ജീനോട് ആരാവശ്യപ്പെട്ടു? ജാഫർ ആവശ്യപ്പെട്ടു. And as if this was not enough for his revenge, Jafar kidnapped Alauddin's wife and brought her to his palace that the jinn had built on his command.
And as if this was not enough for his revenge, Jafar kidnapped Alauddin's wife and brought her to his palace that the jinn had built on his command. എന്നാൽ ഇങ്ങനെ വലിയൊരു മരുഭൂമിയിൽ അലാവുദ്ദീനെ കൊട്ടാരം കൊണ്ടുപോയി വെക്കണമെന്ന് ആര് പറഞ്ഞു? ജാഫർ ജീനോട് പറഞ്ഞു. എന്നാൽ ഇതുകൊണ്ട് മാത്രം ജാഫറിന്റെ പ്രതികാരം തീർന്നില്ല. ജാഫർ പിന്നെ എന്ത് ചെയ്ത്? ജാഫർ കിഡ്നാപ്ഡ് അലാവുദ്ദീൻസ് വൈഫ് ആൻഡ് ബ്രോട്ട് ഹർ ടു ഹിസ് പാലസ് ദാറ്റ് ദ ജീൻ ഹാഡ് ബിൽറ്റ് ഓൺ ഹിസ് കമാൻഡ്. പിന്നെ എന്ത് പ്രതികാരം കൂടി ചെയ്ത്? ജാഫർ അലാവുദ്ദീന്റെ വൈഫിനെ തട്ടിക്കൊണ്ട് പോയി ജാഫറിന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. ജാഫറിന് വേണ്ടി കൊട്ടാരം പണികഴിപ്പിച്ചു കൊടുത്ത ആരായിരുന്നു? ഈ ജീനായിരുന്നു. ജാഫർ പറഞ്ഞു പുതിയ കൊട്ടാരം വെച്ചു കൊടുക്കാൻ. അത് പ്രകാരം ജീൻ ജാഫറിന് പുതിയ കൊട്ടാരം വെച്ചു കൊടുക്കുകയും ഈ കൊട്ടാരത്തിലേക്ക് അലാവുദ്ദീന്റെ വൈഫിനെ ജാഫർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. When Alauddin returned, he found his palace with his wife missing. He understood the whole story. അലാവുദ്ദീൻ തിരികെ വീട്ടിലെത്തിയപ്പം അവന്റെ കൊട്ടാരവും കാണുന്നില്ല, ഭാര്യയും കാണുന്നില്ല. അന്നേരത്തേക്ക് എന്ത് മനസ്സിലായി? അലാവുദ്ദീന് മനസ്സിലായി മൊത്തം കഥയും. ഇങ്ങനെ ജാഫർ വന്ന് തട്ടിക്കൊണ്ട് പോയതാണെന്നുള്ള കാര്യം അലാവുദ്ദീന് മനസ്സിലായി. Now he had a magic ring gifted to him by the jinn of the lamp. He rubbed the ring and out came another jinn, wanted to know what he could do for his master. He ordered the jinn to take him to his beloved wife. Immediately he reached the palace built by the magician. He entered the palace and found that Jafar was sleeping on his bed with the magic lamp on the table next to him. He also found his wife in the next room. Now he had a magic ring gifted to him by the jinn of the lamp. അലാവുദ്ദീന് ഈ ലാമ്പിലെ ജീൻ, ഈ വിളക്കിലെ ജീനാണെങ്കിൽ എന്ത് നൽകിയിരുന്നു? ഒരു മാജിക് റിങ് കൊണ്ട് നൽകിയിരുന്നു. ഒരു മാജിക് മാന്ത്രികമായിട്ടുള്ള ഒരു മോതിരം അലാവുദ്ദീന് ഈ ജീന് നൽകിയിരുന്നു, വിളക്കിലെ ജീന് നൽകിയിരുന്നു. He rubbed the ring and out came another jinn wanting to know what he could do for his master. അങ്ങനെ ഈ ഒരു മാന്ത്രിക മോതിരത്തില് അലാവുദ്ദീൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് തടവിയപ്പോഴത്തേക്കും പുതിയൊരു ജീൻ ആ മോതിരത്തിൽ നിന്ന് വന്നിട്ട് ചോദിച്ച് യജമാനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. He ordered the jinn to take him to his beloved wife. എന്ത് പറഞ്ഞു? He ordered the jinn to take him to his beloved wife. എന്താണ് ഈ ജീനോട് അലാവുദ്ദീൻ പറഞ്ഞു എന്നെ എന്റെ ഭാര്യയുടെ അടുത്ത് കൊണ്ടുപോകണമെന്ന്. Immediately he reached the palace built by the magician. He entered the palace and found that Jafar was sleeping on his bed with the magic lamp on the table next to him. He also found his wife in the next room. എന്താണ് അങ്ങനെ ഈ അലാവുദ്ദീൻ ജാഫറിന്റെ കൊട്ടാരത്തിൽ പെട്ടെന്ന് തന്നെ കൊണ്ട് ചെന്ന് ജാഫറിനെ കൊട്ടാരത്തിലേക്ക് ഈ ജീൻ വളരെ പെട്ടെന്ന് തന്നെ അലാവുദ്ദീനെ കൊണ്ട് ചെന്നു. He entered the palace and found that Jafar was sleeping on his bed with the magic lamp on the table next to it. He also found his wife in the next room. അങ്ങനെ ഈ കൊട്ടാരത്തിൽ കടന്ന ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ കൊട്ടാരത്തിൽ എത്തുകയും അതുപോലെ ജാഫർ ഒരു റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. ആ റൂമിൽ കിടന്ന് ഒരു ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള ടേബിളിൽ തന്നെ എന്തുണ്ടായി? ഈ ലാമ്പ് ഇരിക്കുന്നതും ആര് കണ്ട്? അലാവുദ്ദീൻ കണ്ടു. അതിന് തൊട്ടടുത്തുള്ള റൂമിലായിരുന്നു അലാവുദ്ദീന്റെ ഭാര്യയും അലാവുദ്ദീൻ കണ്ടു. Before the magician could not know it, he took the lamp and quickly rubbed it. Out came the jinn asking him what needed to be done. Alauddin asked the jinn to send the evil magician to another world so that he could never harm anyone ever again. The magician soon disappeared from there forever. Before the magician could know it, he took the lamp and quickly rubbed it. ഈ മാന്ത്രികൻ കാണാതെ തന്നെ മാന്ത്രികൻ കാണാതെ പെട്ടെന്ന് അലാവുദ്ദീൻ ഈ വിളക്കെടുത്തിട്ട് പെട്ടെന്ന് റബ്ബ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഔട്ട് കെയിം ദ ജിൻ ആസ്കിങ് ഹിം വാട്ട് നീഡ് ടു ബി ഡൺ. അങ്ങനെ പെട്ടെന്ന് ഈ അലാവുദ്ദീൻ ആണെങ്കിൽ മാന്ത്രികൻ കാണാതെ പെട്ടെന്ന് വിളക്കെടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ അതിൽ നിന്ന് ആര് വന്ന്? ജീൻ പുറത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
Aladdin asked the genie to send the evil magician to another world so that he could never harm anyone ever again. The magician soon disappeared from there forever. അലാവുദ്ദീൻ എന്ത് പറഞ്ഞു ജീനോട്? അലാവുദ്ദീൻ പറയുകയാണ് ജീനോട്, ഈവിൾ മാജിഷ്യൻ, അതായത് തിന്മകൾ മാത്രം ചെയ്യുന്ന ഈ മാന്ത്രികനെ മറ്റൊരു ലോകത്തിലോട്ട് കൊണ്ടുപോകണം. ആർക്കും തന്നെ ഒരു ശല്യവും ഉണ്ടാക്കാത്ത തരത്തിൽ മറ്റൊരു ലോകത്തിലോട്ട് ഈ ഈവിൾ മാജിഷ്യൻ, അതായത് തിന്മകൾ മാത്രം ചെയ്യുന്ന ഈ മാന്ത്രികനെ കൊണ്ടുപോകണമെന്ന് അലാവുദ്ദീൻ ജീനോട് ആവശ്യപ്പെട്ടു. The magician soon disappeared from there forever. അങ്ങനെ എന്താണ് ഈ മാന്ത്രികൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. Aladdin then asked the genie to take his palace back to his own country. Aladdin never asked for any more wishes and set the genie free. The genie lived with him for his whole life. Thus Aladdin, his wife and his mother lived happily ever after. Aladdin then asked the genie to take his palace back to his own country. അലാവുദ്ദീൻ ജീനോട് പറഞ്ഞു, എന്റെ ഈ കൊട്ടാരം എന്റെ സ്വന്തം രാജ്യത്ത് തന്നെ തിരികെ കൊണ്ടുപോകാൻ അലാവുദ്ദീൻ ജീനോട് ആവശ്യപ്പെട്ടു. Aladdin never asked for any more wishes and set the genie free. ഇങ്ങനെ എന്റെ കൊട്ടാരം സ്വന്തം രാജ്യത്തോട്ട് തന്നെ കൊണ്ടുപോകാൻ ഈ ജീനോട് അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു. ഇത് കൂടാതെ വേറെ ഒരു ആഗ്രഹങ്ങളും പിന്നീട് അലാവുദ്ദീൻ ജീനോട് ആവശ്യപ്പെട്ടില്ല. ജീനെ എന്ത് ചെയ്ത്? ഫ്രീ ആക്കി വിടുകയും ചെയ്തു. അലാവുദ്ദീൻ ഈ ജീനെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. The genie lived with him for his whole life. ഈ ജീൻ അലാവുദ്ദീനൊപ്പം ജീവിതകാലം മൊത്തം താമസിച്ചു. Thus Aladdin, his wife and his mother lived happily ever after. അങ്ങനെ അലാവുദ്ദീനും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും എല്ലാം കൂടി ചേർന്ന് വളരെ സന്തോഷപൂർവ്വം ജീവിച്ചു. വളരെ സന്തോഷത്തോടെ അവരങ്ങ് കഴിഞ്ഞു. Aladdin then asked the genie to take his palace back to his own country. അലാവുദ്ദീൻ ജീനോട് ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? എന്റെ ഈ കൊട്ടാരം തിരികെ എന്റെ രാജ്യത്ത് തന്നെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. Aladdin never asked for any more wishes and set the genie free. The genie lived with him for his whole life. Thus Aladdin, his wife and his mother lived happily ever after. അലാവുദ്ദീൻ ജീനോട് എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? അലാവുദ്ദീൻ ജീനോട് പറഞ്ഞു, എന്റെ ഈ കൊട്ടാരം തിരികെ എന്റെ സ്വന്തം രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കൂടാതെ മറ്റൊരു ആഗ്രഹങ്ങളും പിന്നീട് അലാവുദ്ദീൻ ജീനോട് ചോദിച്ചില്ല. ജീൻ എന്ത് ചെയ്ത്? ജീനെ അലാവുദ്ദീൻ സ്വതന്ത്രനാക്കി വിടുകയും ചെയ്തു. The genie lived with him for his whole life. Thus Aladdin, his wife and his mother lived happily ever after. ഇങ്ങനെ ജീനെ അലാവുദ്ദീൻ സ്വതന്ത്രനാക്കി വിട്ടെങ്കിലും ജീൻ അവരോടൊപ്പം തന്നെ സന്തോഷപൂർവ്വം ജീവിച്ചു. ഇങ്ങനെ അലാവുദ്ദീനും അലാവുദ്ദീന്റെ അമ്മയും അലാവുദ്ദീന്റെ ഭാര്യയും എല്ലാം കൂടി ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിച്ചു. എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ കഥ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ വേർഡ്സ് മീനിങ് നോക്കിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് കുറച്ച് വേർഡ്സ് മീനിങ് പഠിച്ചായിരുന്നില്ലേ? ഓർമ്മയുണ്ടാകും എല്ലാവർക്കും? ഇനി ആ വേർഡ്സ് മീനിങ്ങിന്റെ കൂടെ ടീച്ചർ ഇനി പഠിപ്പിക്കുന്ന വേർഡ്സ് മീനിങ് കൂടി എഴുതണം, പഠിക്കുകയും വേണം. ഓട് എന്താണ്? എ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് സർപ്രൈസ്. ഓട് എന്താണ്? എ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് സർപ്രൈസ്. വളരെ അത്ഭുതവും അതുപോലെ എന്താണ് പേടിയും. അതാണ് ഇതിന്റെ അർത്ഥം, ഓടിന്റെ അർത്ഥം. ഓടെന്ന് വെച്ചാൽ എന്താണ്? എ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് സർപ്രൈസ്. പിന്നെന്താണ്? ഫാൻഫെയർ. എന്താണ് ഫാൻഫെയർ? എ ഷോയി ഡിസ്പ്ലേ. എന്താണ് ഫാൻഫെയർ? എ ഷോയി ഡിസ്പ്ലേ. അടുത്ത എന്താ നോക്കിക്കേ? എൻചാന്റഡ്. എന്താണ് എൻചാന്റഡ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. എൻചാന്റഡ് എന്താണ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. എന്തെങ്കിലും മാജിക് അഫക്റ്റ് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് എൻചാന്റഡ് എന്ന് പറയുന്നത്. എന്താണ് എൻചാന്റഡ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. അടുത്ത് നോക്കിക്കേ, സമണ്ട്. എന്താണ് സമണ്ട്? സമണ്ട് എന്ന് വെച്ചാ ഓർഡേർഡ് അല്ലെങ്കിൽ കാർഡ്. സമണ്ട് കേട്ടത് എന്താണ്? സമണ്ട് എന്ന് വെച്ചാ ഓർഡേർഡ് അല്ലെങ്കിൽ കാർഡ്. അപ്പം ഈ പഠിപ്പിച്ച 4 അർത്ഥങ്ങൾ, 4 വേർഡ്സ് മീനിങ്ങും നോട്ട്ബുക്ക് എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം.
ഈ വേർഡ്സ് മീനിങ് ഒക്കെ തന്നെ നിങ്ങളുടെ സ്റ്റോറിയുടെ 62ലും 63 പേജസിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ പേജസിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് മീനിങ് നോക്കി എഴുതിയിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അലാവുദ്ദീൻ ആൻഡ് ദ മാജിക് ലാമ്പ് എന്ന ചാപ്റ്ററിലെ വേർഡ്സ് മീനിങ് ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് മീനിങ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററില്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഒബ്ജക്ട്. എന്താണ് ഒബ്ജക്ട് എന്ന് പറയുന്നത്? എക്സ്ട്രീംലി ബാഡ് ഓർ സീരിയസ്. എന്താണ്? എക്സ്ട്രീംലി ബാഡ് ഓർ സീരിയസ്. ഒബ്ജക്ട് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്ട്രീംലി ബാഡ് ഓർ സീരിയസ്. അതായത് എക്സ്ട്രീംലി ഒരുപാട് മോശമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഒബ്ജക്ട് എന്ന വേർഡിന്റെ മീനിങ് അല്ലേ? അടുത്ത് നോക്കിയേ, വിഡോ. എന്താണ് വിഡോ എന്ന് പറയുന്നത്? എ വുമൺ whose husband is dead. വിഡോ എന്ന് വെച്ചാൽ എന്താണ്? എ വുമൺ whose husband is dead. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ പറയുന്ന പേരാണ് എന്ത്? വിഡോ. എന്താണ് വിഡോ എന്ന് പറയുന്നത്? എ വുമൺ whose husband is dead. എന്താണ്? ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ പറയുന്ന പേരാണ് എന്ത്? വിഡോ എന്ന് പറയുന്നത്. അതായത് വിധവ എന്ന് പറയുന്നത്. എൻചാന്റ്. എന്താണ് എൻചാന്റ് എന്ന വേർഡിന്റെ മീനിങ്? ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്. എന്താണ് എൻചാന്റ് എന്ന് വെച്ചാൽ? ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്. ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്, ഒരുപാട് ആകർഷിക്കുന്നത്. എന്താണ് എൻചാന്റ് എന്ന് വെച്ചാൽ? ടു ബി ഗ്രേറ്റ്ലി അട്രാക്റ്റഡ്, ഒരുപാട് ആകർഷിക്കുന്നത്. ഒബ്സ്റ്റാക്കിൾസ്. എന്താണ് ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയുന്നത്? ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയുന്നത് എ ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു മൂവ് ഫോർവേഡ്. എന്താണ് ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറയുന്നത്? എ ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു മൂവ് ഫോർവേഡ്. എന്താണ് ഒബ്സ്റ്റാക്കിൾസ്? എ ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു മൂവ് ഫോർവേഡ്. നമുക്ക് പോകാൻ, മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്യുന്നതിനെ ആണ് എന്ന് പറയുന്നത് ഒബ്സ്റ്റാക്കിൾസ് അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്നത്. ഡിസീസ്ഡ്. എന്താണ് ഡിസീസ്ഡ് എന്ന് വെച്ചാ? ഡെഡ്. എന്താണ്? മരിക്കുക അല്ലെ? ഡിസീസ്ഡ് എന്താണ്? ഡെഡ്, മരിക്കുക. എന്താണ് ഡിസീസ്ഡ്? ഡെഡ്, മരിച്ചുപോയ. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, സസ്പീഷ്യസ്. എന്താണ് സസ്പീഷ്യസ് എന്ന് പറയുന്നത്? സസ്പീഷ്യസ് എന്ന് വെച്ചാ ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് റോങ്. എന്താണ് സസ്പീഷ്യസ് എന്നുള്ള വേർഡിന്റെ മീനിങ്? ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് റോങ്, എന്തോ ഒന്ന് തെറ്റായിട്ടുള്ളത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എന്ത്? സസ്പീഷ്യസ് എന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം. എന്താണ് സസ്പീഷ്യസ്? ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് റോങ്, എന്തോ തെറ്റാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് എന്ന് പറയുന്നത് സസ്പീഷ്യസ് എന്ന് പറയുന്നത്. അടുത്ത വാക്ക് നോക്കിക്കേ, ഗ്രേവ്. എന്താണ് ഗ്രേവ് എന്ന് പറയുന്നത്? എ ലെയർ ഓഫ് ഡേർട്ട്. എന്താണ്? എ ലെയർ ഓഫ് ഡേർട്ടിനെയാണ് എന്ന് പറയാ ഗ്രേവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, ബൂമിങ്. എന്താണ് ബൂമിങ് എന്ന് പറയുന്നത്? വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ. എന്താണ് ബൂമിങ്? വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ, ഭയങ്കര ശക്തവും അതുപോലെ ഫോഴ്സ്ഫുള്ളുമായിട്ടുള്ള ഒന്നിനെ എന്തെന്ന് പറയും? ബൂമിങ് എന്ന് പറയുന്നു. വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ, ഭയങ്കര ശക്തമായിട്ടുള്ളത് ഫോഴ്സ്ഫുള്ളതായിട്ടുള്ള ഒന്നിനെ എന്ന് പറയുന്നത് ഒന്നിനെയാണ് ബൂമിങ് എന്ന് പറയുന്നത്. ബൂമിങ്. എന്താണ് ബൂമിങ്? വെരി ഫോഴ്സ്ഫുൾ ആൻഡ് പവർഫുൾ. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, ഓൾ. എന്താണ്? എ ഫീലിംഗ് ഓഫ് ഫിയർ ഓർ സർപ്രൈസ്. എ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് സർപ്രൈസ്. എന്താണ് ഓൾ എന്ന് പറയുന്നത്? എ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് സർപ്രൈസ്. എന്താണ്? എന്തൊരു സർപ്രൈസ് അല്ലെങ്കിൽ എന്തിനോ ഭയത്തിലാണെന്ന് പറയുന്നത് ഓടുന്ന് പറയുന്നത്. എൻചാൻഡ്. എന്താണ് എൻചാൻഡ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. എന്താണ് എൻചാൻഡ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. മാജിക് അഫക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എൻചാൻഡ് എന്ന് പറയുന്നത്. എന്താണ് എൻചാൻഡ്? സീം ടു ബി അഫക്റ്റഡ് ബൈ മാജിക്. ഫാൻഫെയർ. എന്താണ് ഫാൻഫെയർ?
എ ഷോയി ഡിസ്പ്ലേ. എന്താണ് ഫാൻഫെയർ എന്ന് പറയുന്നത്? എ ഷോയി ഡിസ്പ്ലേ. എന്താണ് ഫാൻഫെയർ? എ ഷോയി ഡിസ്പ്ലേ. അടുത്ത നോക്കിക്കേ, സമ്മണ്ട്. എന്താണ് സമ്മണ്ട് എന്ന് പറയുന്നത്? ഓർഡേർഡ് ഓർ കാൾഡ്. എന്താണ് സമ്മണ്ട്? സമ്മണ്ട് എന്ന് വെച്ചാ ഓർഡേർഡ് ഓർ കാൾഡ്. ഓർഡേർഡ്, കാൾഡ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഈ വേർഡ്സ് മീനിങ് എല്ലാവർക്കും മനസ്സിലായോ? ഈ വേർഡ്സ് മീനിങ് എല്ലാം തന്നെ നോട്ടിൽ എഴുതിയിട്ട് അത് പഠിച്ചിട്ട് ടീച്ചറിന്റെ വോയിസ് ഇട്ട് തരണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മള് ഇതുവരെ കുറെ വേർഡ്സ് മീനിങ്ങും പഠിച്ച നോട്ടിലും എഴുതി എടുത്തായിരുന്നു. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻ വരെ നോട്ടിൽ എഴുതുകയും ചെയ്ത് നമ്മൾ പഠിക്കുകയും ചെയ്തായിരുന്നു. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ പഠിക്കാം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബ്രീഫ് എന്നതില് എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോകുന്നേ? 5th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? How did Alauddin manage to get his wife and his palace back? എന്താണ് ക്വസ്റ്റ്യൻ? How did Alauddin manage to get his wife and his palace back? എങ്ങനെയാണ് അലാവുദ്ദീന് സ്വന്തം ഭാര്യയും അതുപോലെ പാലസും കൊട്ടാരവും തിരിച്ച് കിട്ടിയത്? എങ്ങനെയാണ്? Alauddin took the help of the genie of the magic ring and reached the evil magician's palace. He grabbed the lamp from his bedside and summoned the genie and asked him to send the magician to another world from where he could never come back and harm anybody. Alauddin took the help of the genie of the magic ring and reached the evil magician's palace. He grabbed the lamp from his bedside and summoned the genie and asked him to send the magician to another world from where he could never come back and harm anybody. എന്താണ്? എങ്ങനെയാണ് അലാവുദ്ദീന് സ്വന്തം ഭാര്യയും അതുപോലെ കൊട്ടാരം തിരിച്ചു കിട്ടിയത്? Alauddin took the help of the genie of the magic ring and reached the evil magician's palace. He grabbed the lamp from his bedside and summoned the genie and asked him to send the magician to another world from where he could never come back to and harm anybody. Alauddin took the help of the genie of the magic ring and reached the evil magician's palace. അലാവുദ്ദീന് മുമ്പ് തന്നെ ഈ മാജിക് ലാമ്പില് ജീൻ എന്ത് നൽകിയിരുന്നു? ഗിഫ്റ്റ് ആയിട്ട് ഒരു മാജിക് റിങ് നൽകിയിരുന്നു, ഒരു മാജിക് മാന്ത്രിക മോതിരം നൽകിയിരുന്നു. ഈ മാന്ത്രിക മോതിരത്തില് ഒരു ജീൻ ഉണ്ടായിരുന്നു. അലാവുദ്ദീൻ എന്ത് ചെയ്ത്? ഈ മാന്ത്രിക മോതിരം ഒന്ന് തടവിയിട്ട് എന്ത് ചെയ്ത്? അതിൽ നിന്ന് മാന്ത്രിക മോതിരത്തിൽ നിന്ന് ജീൻ പുറത്തു വന്നപ്പം അലാവുദ്ദീൻ പറഞ്ഞ് എന്ത്? ഈ മാജിക് റിങ്ങിലുള്ള ഈ ജീനോട് അലാവുദ്ദീൻ ആവശ്യപ്പെടുകയാണ്, ഈ തിന്മകൾ മാത്രം ചെയ്യുന്ന ഈ മാന്ത്രികന്റെ വീട്ടില് അലാവുദ്ദീനെ കൊണ്ടുപോകണമെന്ന്. He grabbed the lamp from his bedside and summoned the genie and asked him to send the magician to another world from where he could never come back and harm anybody. എന്താണ്? അങ്ങനെ അലാവുദ്ദീൻ എന്താണ് ചെയ്തത്? അലാവുദ്ദീൻ മാജിക് ലാമ്പിലെ ജീൻ നൽകിയിട്ടുള്ള ഒരു മാന്ത്രിക മോതിരത്തിൽ തടവിക്കൊണ്ട് മറ്റൊരു ജീനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ജീനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ തിന്മകൾ മാത്രം ചെയ്യുന്ന മജീഷ്യന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണമെന്ന്. അത് പ്രകാരം മാന്ത്രിക മോതിരത്തിലെ ജീൻ എന്ത് ചെയ്ത്? അലാവുദ്ദീനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ആരുടെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി? ഈ തിന്മകൾ മാത്രം ചെയ്യുന്ന ജാഫറിന്റെ വീട്ടിലെ അലാവുദ്ദീനെ മാന്ത്രിക മോതിരത്തിലെ ജീൻ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ അലാവുദ്ദീൻ എന്തായിരുന്നു കണ്ടത്? അലാവുദ്ദീൻ നോക്കിയപ്പോ ഒരു റൂമില് ജാഫർ കിടന്ന് ഉറങ്ങുന്നു. ആ ബെഡിന്റെ സൈഡിൽ തന്നെ എന്തിരിക്കുന്നു? അവിടെ ഈ മാജിക് ലാമ്പ് ഇരിക്കുന്നത് അലാവുദ്ദീൻ കണ്ട്. അലാവുദ്ദീൻ പെട്ടെന്ന് തന്നെ ഈ മാജിക് ലാമ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ജീനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ജീനോട് പറഞ്ഞു, ഈ ജാഫറിനെ തിന്മകൾ മാത്രം ചെയ്യുന്ന തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഈ ജാഫറിനെ മറ്റൊരു ലോകത്തിൽ കൊണ്ടുപോകാൻ ജീനോട് അലാവുദ്ദീൻ ആവശ്യപ്പെട്ടു. അലാവുദ്ദീന്റെ ഈ ഒരു ആജ്ഞ പ്രകാരം ജീൻ എന്ത് ചെയ്ത്?
ജാഫറിനെ മറ്റൊരു ലോകത്തിൽ കൊണ്ടുപോയി. ആർക്കും തന്നെ ഉപദ്രവം ഉണ്ടാക്കാൻ തിരികെ വരാൻ പറ്റാത്ത അത്ര ദൂരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ജാഫറിനെ ഈ ജീൻ കൊണ്ടുപോയി. Aladdin took the help of the genie of the magic ring and reached the evil magician's palace. He grabbed the lamp from his bedside and summoned the genie and asked him to send the magician to another world from where he could never come back and harm anybody. അങ്ങനെ അലാവുദ്ദീൻ മാജിക് റിങ്ങിലുള്ള ജീന്റെ സഹായത്തോടു കൂടി ജാഫറിന്റെ വീട്ടിലെത്തുകയും ജാഫറിന്റെ വീട്ടിൽ വന്ന ശേഷം അലാവുദ്ദീൻ ജാഫർ കിടന്ന് ഉറങ്ങുന്നത് കാണുകയും ജാഫറിന്റെ ബെഡിന്റെ അടുത്തിരിക്കുന്ന ആ ഒരു മാന്ത്രിക വിളക്ക് അലാവുദ്ദീൻ എടുത്തിട്ട് അതിൽ നിന്ന് ജീനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, തിന്മകൾ മാത്രം ചെയ്യുന്ന, തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഈ ജാഫറിനെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ മറ്റൊരു ലോകത്ത് കൊണ്ടുപോകണമെന്ന് ആരാജ്ഞാപിച്ചു? അലാവുദ്ദീൻ ജീനോട് ആജ്ഞാപിച്ചു. അലാവുദ്ദീന്റെ കൽപ്പന പ്രകാരം ജീൻ ജാഫറിനെ മറ്റൊരു ലോകത്തിൽ കൊണ്ടുപോയി. നോക്കിക്ക അടുത്തത്, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ. ഇനി നമുക്ക് അത് പഠിക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what in your opinion actually changed Aladdin's life? What in your opinion actually changed Aladdin's life? അലാവുദ്ദീന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? Aladdin's life changed when his uncle imprisoned him in the cave and he got to know about the magic lamp. The genie of the lamp not only helped him to get back to his house but also fulfilled all his wishes and made him a rich and famous man. Then Aladdin's life changed when his uncle imprisoned him in the cave and he got to know about the magic of the lamp. The genie of the lamp not only helped him to get back to his house but also fulfilled all his wishes and made him a rich and famous man. എന്തായിരുന്നു അലാവുദ്ദീന്റെ ലൈഫിൽ വന്ന ആ മാറ്റങ്ങള്? Aladdin's life changed when his uncle imprisoned him in the cave and he got to know about the magic of the lamp. അലാവുദ്ദീനെ അദ്ദേഹത്തിന്റെ അങ്കിളായിട്ടുള്ള ജാഫർ ഗുഹയിൽ തടവിലാക്കിയപ്പോ എന്ത് സംഭവിച്ചു? അന്നേരം നമ്മുടെ അലാവുദ്ദീന് മനസ്സിലായി, ഗുഹയിലുള്ള ആ ഒരു മാന്ത്രിക വിളക്കിന്റെ കാര്യം അലാവുദ്ദീന് മനസ്സിലായി. The genie of the lamp not only helped him to get back to his house but also fulfilled all his wishes and made him a rich and famous man. ഈ അലാവുദ്ദീന്റെ അങ്കിളായിട്ടുള്ള ജാഫർ ഗുഹയിൽ തടവിലാക്കി. അപ്പോഴാണ് അലാവുദ്ദീന് മനസ്സിലായത്. അങ്ങനെ തടവിൽ കഴിഞ്ഞപ്പോ അലാവുദ്ദീന് ആ ഒരു മാജിക് ലാമ്പിന്റെ രഹസ്യം മനസ്സിലായി. അങ്ങനെ ആ മാജിക് ലാമ്പിൽ നിന്ന് ആ ജീനെ വിളിച്ചു വരുത്തി അലാവുദ്ദീൻ എന്ത് ചെയ്ത്? സ്വന്തം വീട്ടിൽ പോവുക മാത്രമല്ല ചെയ്തത്, തിരിച്ച് വീട്ടിൽ എത്തുക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്തും കൂടി ചെയ്ത് അലാവുദ്ദീൻ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും എന്ത് ചെയ്ത്? ജീനെ കൊണ്ട് നിറവേറ്റി. അലാവുദ്ദീന് മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ജീനോട് പറഞ്ഞ് നിറവേറ്റുകയും അങ്ങനെ അലാവുദ്ദീൻ വലിയൊരു സമ്പന്നനും പ്രശസ്തനുമായിട്ടുള്ള ഒരു മനുഷ്യനായി മാറുകയും ചെയ്തു. Second question നോക്കിക്കേ, what kind of a man do you think was Jafar? Give reason for your answer. What kind of a man do you think was Jafar? Give reason for your answer. ജാഫർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെ ഉത്തരത്തിന് കാരണം? ജാഫർ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്? ജാഫർ was an evil and a cruel man. He was greedy and wanted the genie of the lamp to help him acquire wealth. He wanted Aladdin to fetch his lamp from the cave and then intended to lock him up in the cave so that he could not tell Jafar's true story to anyone. Later, to take revenge on Aladdin, he kidnapped his wife and took away his palace and riches.
ജാഫർ വാസ് ആൻ ഈവിൾ ആൻഡ് ക്രൂവൽ മാൻ. ജാഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു തിന്മയും അതുപോലെ ക്രൂരനുമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ജാഫർ എന്ന് പറയുന്നത്. He was greedy and wanted the gene of the lamb to help him acquire wealth. ജാഫർ എന്ന് പറയുന്നത് ഭയങ്കര അത്യാർത്ഥിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്ത് സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ആ വിളക്കിലെ ജീനെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. He wanted Alauddin to fetch his lamb from the cave and then intended to lock him up in the cave so that he could not tell Jafar's true story to anyone. Later, to take revenge on Alauddin, he kidnapped his wife and took away his palace and riches. എന്താണ് ജാഫർ അലാവുദ്ദീനെ ഉപയോഗിച്ചില്ലായിരുന്നു? ജാഫർ ഈ കേവിൽ കൊണ്ടുപോയി അലാവുദ്ദീനെ കൊണ്ട് മാജിക് ലാമ്പ് എടുക്കാനായിരുന്നു അലാവുദ്ദീൻ ഉപയോഗിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ അലാവുദ്ദീൻ കേവിൽ എത്തിയപ്പം ജാഫർ എന്ത് പറഞ്ഞു? ഈ മാജിക് ലാമ്പ് ഫസ്റ്റ് നൽകണമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് അലാവുദ്ദീൻ നിരാകരിച്ചപ്പോൾ, റിജക്ട് ചെയ്തപ്പോൾ, ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്ത്? അലാവുദ്ദീനെ ഗുഹയില് ജാഫർ തടവുകാരനാക്കിയാണ് ചെയ്തതല്ലേ. ഒടുവില് അലാവുദ്ദീൻ എന്ത് ചെയ്ത്? അലാവുദ്ദീൻ വിളക്കിലെ ജീനെ ഉപയോഗിച്ച് പുറത്തു വന്ന് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ ജാഫർ അലാവുദ്ദീനോട് പ്രതികാരം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ കൊട്ടാരം മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റുകയും ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. If Alauddin did not have the magic ring, he would have lost his palace and wife forever. Do you agree or disagree? Justify your answer. If Alauddin did not have the magic ring, he would have lost his palace and wife forever. Do you agree or disagree? ഇപ്പം അലാവുദ്ദീന് വിളക്കിലെ ഒരു ജീന് മാജിക് റിംഗ് നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അലാവുദ്ദീന്റെ കൊട്ടാരവും അതുപോലെ ഭാര്യയും നഷ്ടമായിരുന്നു. നിങ്ങൾ ഇത് എഗ്രി ചെയ്യുന്നോ അതോ ഡിസഗ്രി ചെയ്യുന്നോ? എന്തായിരിക്കും ആൻസർ? I agree that without the magic ring, Alauddin would not have been able to rescue his wife and recover his palace because he did not know where Jafar had taken them. I agree that without the magic ring, Alauddin would not have been able to rescue his wife and recover his palace because he did not know where Jafar had taken them. എന്താണ്? ഈ ഒരു മാന്ത്രിക മോതിരം ഇല്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചേനെ? അലാവുദ്ദീന് എന്ത് പറ്റില്ലായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ കൊട്ടാരം വീണ്ടും തിരിച്ചെടുക്കാനോ കഴിയില്ല. കാരണം എന്താണ്? ജാഫർ ഇത് എവിടാ കൊണ്ടുപോയെന്ന് അലാവുദ്ദീന് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്താണ്? മാജിക് റിംഗ് ഉള്ളത് കൊണ്ടാണ് അലാവുദ്ദീന് സ്വന്തം ഭാര്യയും അതുപോലെ കൊട്ടാരം വീണ്ടെടുക്കാൻ സഹായകരമായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. This story focuses on the victory of the good over the evil. Can you think of any other story with the same theme? This story focuses on the victory of the good over the evil. Can you think of any other story with the same theme? ഇതാണ് തിന്മയുടെ മേലെ നന്മയുടെ വിജയമാണ് ഈ സ്റ്റോറി പറയുന്നത്. ഇതുപോലുള്ള ഏതെങ്കിലും സ്റ്റോറി നിങ്ങൾക്ക് അറിയാമോ? എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞേ. ഒരെണ്ണം ടീച്ചർ തന്നെ പറഞ്ഞുതരാം. The story of the Ramayana, the Mahabharata, of Prahlada, etc. are stories with the theme of victory of good over evil. ഇതാണ് the story of the Ramayana, the Mahabharata, of Prahlada, etc. are stories with the theme of victory of good over evil. എന്താണ്? രാമായണത്തിലെ കഥയും അതുപോലെ മഹാഭാരതത്തിലെ പ്രഹ്ലാദന്റെ ഒക്കെ കഥകൾ എന്തായിരുന്നു? തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ കഥകളായിരുന്നു. അടുത്ത നോക്കിക്കേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Predict the end of the story. Had Jafar bought the magic lamp instead of Alauddin? അപ്പം അവസാനം അലാവുദ്ദീന് പകരം മാജിക് ലാമ്പ് കിട്ടിയത് ജാഫറിനായിരുന്നെങ്കിൽ ആ സ്റ്റോറി എങ്ങനെയായിരിക്കും?
അലാവുദ്ദീൻ പകരം ജാഫറിനായിരുന്നു ആ മാജിക് ലാമ്പ് കിട്ടിയെങ്കിൽ സ്റ്റോറി എങ്ങനെയായിരിക്കും? If Jafar had got the lamp, he would have used it to make himself wealthy and harm others. The way he took away Alauddin's palace and kidnapped his wife. എന്തായിരുന്നു? ഇപ്പൊ ജാഫറിനായിരുന്നു ആ ഒരു വിളക്ക് കിട്ടി, എന്ത് സംഭവിച്ചേനെ? ആ വിളക്ക് ഉപയോഗിച്ച് ജാഫർ പരമാവധി സമ്പന്നനാവുകയും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചേനെ? മറ്റുള്ളവരെ അത് ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തേനെ. അതുപോലെ അലാവുദ്ദീന്റെ കൊട്ടാരത്തെയൊക്കെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തേനെ. അതായത് ജാഫർ വളരെ മോശം രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുക. ഈ ചാപ്റ്ററിന്റെ ഇത്രയും ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയും വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.